Good morning. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കിയായിരുന്നു അല്ലെ. അതിന്റെ മോക്ക് ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചെയ്തു നോക്കിയോ നിങ്ങള്? ആരൊക്കെ ചെയ്തു? 1-2 പേര്. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് പറ്റുന്നവരൊക്കെ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സിൽ കയറുക, ലൈവ് കയറുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് കാണാനുള്ള ഓപ്ഷനും ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് അന്ന് ഓരോ ക്ലാസ് എടുക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾക്ക് 3 മണിക്ക് മുന്നായിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും, അറിയാലോ. അതുപോലെ തന്നെ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ റെക്കോർഡും അവൈലബിൾ ആയിരിക്കും. ബൈ ചാൻസ് നിങ്ങൾക്ക് എങ്ങാനും മിസ്സായി ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ റെക്കോർഡ് ക്ലാസ് കാണുക, മോക്ക് ടെസ്റ്റും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. മോക്ക് ടെസ്റ്റിൽ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വല്ല ഡൗട്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ക്ലാസ്സിൽ കയറുമ്പോൾ ഒന്ന് ചോദിച്ച് അത് ക്ലിയർ ചെയ്യാനും നോക്കുക കേട്ടോ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഓരോ ചാപ്റ്ററും നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ തന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കാം. അപ്പൊ നിങ്ങൾ പിന്നെ ഒരുമിച്ച് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എക്സാം ആവുമ്പോഴത്തേക്കും. അപ്പൊ അതുകൊണ്ട് ഓരോ ടീച്ചേഴ്സും എടുക്കുമ്പോഴും റെഗുലർ ആയിട്ട് നിങ്ങൾ അന്നത് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിച്ച് നോക്കുക. പിന്നെ ടെക്സ്റ്റിന്റെ കാര്യം പറഞ്ഞത്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് തരുന്നതായിരിക്കും. ചിലപ്പോൾ ദൂരമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും വൈകുന്നത്. ഇനി ടെക്സ്റ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അത് ഉടനെ തന്നെ കിട്ടും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ PROനെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇപ്പൊ ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് എടുത്ത് വെക്കുക. ഞാൻ എന്തായാലും PDF-ന്റെ ഇത് ഞാനിവിടെ ഷെയർ ചെയ്തിടാം. അപ്പൊ അത് അങ്ങനെ ഉള്ളവര് സ്ക്രീനിൽ ഒന്ന് നോക്കുക. ജസ്റ്റ് ടെക്സ്റ്റ് ഇല്ലാത്തവര് ഒരു നോട്ട്ബുക്ക് ഒന്ന് കരുതി വെക്കുക. എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കണമെങ്കിൽ നോട്ട് ചെയ്യുക. ടെക്സ്റ്റ് ഉള്ളവര് ആ ടെക്സ്റ്റിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് ടെക്സ്റ്റിൽ സ്ക്രീൻ ഞാനിവിടെ ഷെയർ ചെയ്തിടാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് എടുത്ത് വെക്കുക കേട്ടോ. ടെക്സ്റ്റ് എടുത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തു തരാം. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് പോവുക. അതിന്റെ ഒപ്പം തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞു പോകണ്ട്. അതൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? യെസ്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ആ പറഞ്ഞത്. എത്രയോ 96 പേരോളം ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യാൻ പറഞ്ഞത് ഇംഗ്ലീഷ് വേർഡ്സ്, ഹോസ്പിറ്റൽ. അത് തന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. ഇംഗ്ലീഷ് വേർഡ്, ഹോസ്പിറ്റൽ, ഹോട്ടൽ, ഹോസ്പിസ് ആൻഡ് hotel, hostel, hospital and hospice are derived from the Latin word dash. ഏത് വേർഡിനായിരുന്നു? ലാറ്റിൻ വേർഡ് ഏതാ മീനിങ്? ഹോസ്പസ്. ഓക്കെ, ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് ഹോസ്പിറ്റല്, ഹോസ്റ്റല്, ഹോട്ടല്, ഹോസ്പിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സ്പാൻഡ് WHO. എന്താണ് WHO-ന്റെ എക്സ്പാൻഡഡ് ഫോം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ക്ലിയർ ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞത് ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റലില് നമ്മള് ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഹോസ്പിറ്റൽസ് ആർ നോട്ട് ജസ്റ്റ് സീൻ ആസ് ഹീലിംഗ് സെന്റർ ബട്ട് ഓൾസോ പ്ലേസ് ആക്ച്വലി പ്രൊമോട്ട്. എന്തുകൂടി പ്രൊമോട്ട് ചെയ്യുന്ന പ്ലേസ് ആണ്. ഇപ്പൊ ഹീലിംഗ് സെന്റർ മാത്രമല്ല, ബട്ട് ഓൾസോ ആസ് എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിംഗ്. അല്ലെ, ഹെൽത്ത്ഫുൾ ലിവിംഗ്, ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അല്ലെ, promote actually promote healthful living. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ, an institution providing medical and surgical treatment and nursing care for any ill or injured people. എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ. ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ providing medical and surgical treatment and nursing care for any ill or injured people. എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ.
ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ആ ഡെഫിനിഷനിൽ നിന്ന് തന്നെ എടുത്തേക്കുന്നതാണ്. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് ഡാഷ് ആൻഡ് ഡാഷ് ട്രീറ്റ്മെന്റ്. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇഞ്ചുറീഡ് പീപ്പിൾ. ഓക്കെ, 5 ക്വസ്റ്റ്യനും ക്ലിയർ ആണ്. എല്ലാവരും ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ നെക്സ്റ്റ്, ഇനിയിപ്പോ അടുത്ത ദിവസം തുടങ്ങി നിങ്ങൾ മോക്ക് ടെസ്റ്റ് റെഗുലർ ആയിട്ട് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലെങ്കിൽ ഇന്ന് ചോദിച്ചാൽ മതി. അത് മാത്രം നമുക്ക് ക്ലാസ്സിൽ ഒന്ന് നോക്കി പോകാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ക്ലാസ്സിൽ പറയില്ല. ഞാനിപ്പോ ഫസ്റ്റ് ഇതാണ്, നിങ്ങളൊന്ന് അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് തന്നെയല്ലേ ഉള്ളൂ. ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് ആണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഏകദേശം ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷനുകളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന് പുറമെ നമ്മൾ കുറച്ച് ഫെസിലിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ ഏതൊക്കെയായിരുന്നു ഫെസിലിറ്റി? ടു എ ഫെസിലിറ്റി പ്രൊവൈഡിങ് ഏതൊക്കെയാണ്? കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേഷൻ സർവീസും കൂടി അത്രയും ഫെസിലിറ്റികളും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. മെഡിക്കൽ കെയർ ആൻഡ് ട്രീറ്റ്മെന്റിന് പുറമെ ധാരാളം ഫെസിലിറ്റികൾ കൂടി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാ? പ്രൊവൈഡിങ് കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ്. സമഗ്രമായിട്ടുള്ള പ്രിവെന്റീവ് പ്രതിരോധിക്കുന്ന രോഗശാന്തി, ക്യൂറേറ്റീവ് രോഗശാന്തി നൽകുന്നത്, ആൻഡ് റീഹാബിലിറ്റേഷൻ പുനരധിവാസ സൗകര്യങ്ങൾ, അത്രയും ഫെസിലിറ്റിയും കൂടി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞു. രണ്ടാമത്തേൽ എന്താ പറഞ്ഞത്? ഫിസിഷ്യനെയും സർജനെയും ഒരു ടെക്നിക്കൽ സ്റ്റാഫിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ധാരാളം ഫെസിലിറ്റിയും കൂടി അവരെ ഉൾപ്പെടുത്തി ധാരാളം ഫെസിലിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു അല്ലെ. ഡയഗ്നോസിസ്, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഇത്രയും ഫെസിലിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്ത ഒരു ഡെഫിനിഷൻ ആണ് പറഞ്ഞേക്കുന്നത്. എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? എന്താ? ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. മെഡിക്കൽ സോഷ്യൽ ഓർഗനൈസേഷൻ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഓഫ് വിച്ച് is provide for a population complete health care, both the curative and preventive. പിന്നെ അത് പേഷ്യന്റിന് മാത്രമല്ല, അവർക്കുടെ ഫാമിലിക്കും ചുറ്റുപാടിനും കൂടി ഒരു കെയർ കൊടുക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഹോസ്പിറ്റല്. പിന്നെ ഹെൽത്ത് വർക്കേഴ്സിന്റെയും ബയോ സോഷ്യൽ റിസർച്ച് പ്രവർത്തനങ്ങളുടെയും ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇത്രയും കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ റിവൈസ് ചെയ്യില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾ അതൊന്ന് ഇതായി പോരട്ടെ, ഓർഡർ ആവട്ടെ എന്ന് കരുതി ഒരു 5 മിനിറ്റ് എടുത്ത് ഞാൻ പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു കേട്ടോ, ഒരു പേജ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ചരിത്രം, ഇന്നത്തെ ഒരു സ്ഥിതിയിലേക്ക് ഹോസ്പിറ്റൽ എത്തിപ്പെട്ട വരെയുള്ള ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് എടുത്ത് വെക്കുക. ഹോസ്പിറ്റൽ ഓഫ് ഇയർലി ഇറ BC to 500 AD. AD 500 വരെയുള്ള ആദിമ ഹോസ്പിറ്റലിന്റെ ചരിത്രം ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലില് പല ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഹോസ്പിറ്റൽ ഓഫ് ഇയർലി ഇറ BC to 500 AD. AD 500 വരെയുള്ള ആദിമ ഹോസ്പിറ്റലിന്റെ ചരിത്രം. ഓക്കെ, early medical treatment was always recognized as religious services and ceremonies. പണ്ട് കാലത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തിട്ടായിരുന്നു? റിലീജിയസ് സർവീസസ്, മതപരമായ സേവനങ്ങള്. റിലീജിയസ് സർവീസസ്, മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ആൻഡ് സെറിമണി. സെറിമണി എന്ന് പറഞ്ഞാൽ എന്താ? ചടങ്ങുകളുടെയും അടിസ്ഥാനമായിരുന്നു. പണ്ട് ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ്. ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഇതൊന്നുമല്ല. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ,
നമ്മള് ചടങ്ങുകൾ ഒക്കെ ആയിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് മന്ത്രവാദവും അതും ഇതൊക്കെ ചെയ്തിട്ടൊക്കെ രോഗം മാറ്റുന്നതൊക്കെ പല സിനിമയിൽ കണ്ടിട്ടില്ലേ? ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ സ്റ്റൈല്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ സ്റ്റൈല്. പള്ളിയിലെ അച്ഛനൊക്കെ വന്നിട്ട് എന്താ അങ്ങനെ മതപരമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു പണ്ട് കാലത്തെ ട്രീറ്റ്മെന്റ്. മുസ്ലിംസ് ആണെങ്കിലും അവരുടെ പള്ളിയിൽ ഒന്ന് വന്ന് എന്തൊക്കെയാന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ ചെയ്ത് അങ്ങനെ ആയിരുന്നു പണ്ട് കാലത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേന്ന്? ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ചടങ്ങുകളുടെയും സേവനങ്ങളുടെയും ഭാഗമായിരുന്നു. മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻ ഓർ മെഡിസിൻ മെൻ കെയറിംഗ് ഫോർ സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി. അപ്പൊ ഒന്നാമത്തെ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്ക്. എന്തിനു ബേസ് ചെയ്യുന്നു? ഏർലി ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വാസ് റിക്കഗ്നൈസ്ഡ് ആസ് ഡാഷ്. എന്തിനു ബേസ് ചെയ്തായിരുന്നു? റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ്. മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? നോട്ട് ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. അപ്പോ മതപരമായിട്ടുള്ള ചടങ്ങുകളുടെയും സേവനങ്ങളുടെയും ഭാഗമായിരുന്നു പണ്ട് കാലത്തൊക്കെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ നോക്കിയ പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻ. അവരുടെ ഫിസിഷ്യൻ ആരായിരുന്നു? പ്രീസ്റ്റ് ആയിരുന്നു. പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ആരാ? പുരോഹിതൻ. ഇത് നിങ്ങൾ ഒരു കഥ പോലെ, ഹിസ്റ്ററി ആണേ, അപ്പൊ ഒരു കഥ പോലെ ഒന്ന് കേട്ട് വെച്ചേക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് ചോദിക്കും. അതൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് ക്ലാസ്സിന്റെ ഒപ്പം പോകാം. അപ്പൊ നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിന്റെ ഒരു ഇതിലേക്ക് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. റിലീജിയസ് സർവീസ്, മതപരമായിട്ടുള്ള സേവനങ്ങള്. മതപരമായിട്ടുള്ള സേവനം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ചെയ്തത് ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് മരുന്ന് കൊടുത്തിട്ടല്ല. അവരെന്താ മന്ത്രവാദമൊക്കെ ചെയ്ത് ഓരോ മതക്കാരും അവരുടേതായ രീതിയിൽ സേവനങ്ങൾ കൊടുക്കും. അങ്ങനെയായിരുന്നു ട്രീറ്റ്മെന്റ് കൊടുത്തത്. അല്ലെങ്കിൽ ചടങ്ങ്, മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് ട്രീറ്റ്മെന്റ്. നിങ്ങൾ സിനിമയൊക്കെ കാണാറില്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? പഴയ സിനിമയിലൊക്കെ നമ്മള് ഇതിനകത്തൊക്കെ മണിച്ചിത്രത്താഴിലൊക്കെ ശോഭനയുടെ മേത്തുനിന്ന് ബാധയൊക്കെ ഒഴിപ്പിക്കണ കണ്ടോ? അവര് മന്ത്രവാദവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഇല്ലേ? അങ്ങനെ ആയിരുന്നു അവർ ആ രോഗത്തെ എന്ത് ചെയ്തതെന്ന് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മരുന്നൊക്കെ കൊടുത്തൊക്കെ അങ്ങനെ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ എന്താ പറയാ, അതിനുള്ള സൈക്കാട്രി അതിനെ കണ്ട് അങ്ങനെ അവരൊക്കെ കൗൺസിലിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ മാറ്റി. ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണേ. പണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ഹോസ്പിറ്റലൊന്നും ആയിട്ടില്ല, പണ്ട് കാലത്തെ കാര്യം പറയുന്നത്. അപ്പൊ എപ്പോഴും അവര് രോഗത്തിനെ ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഓരോ മതക്കാരും അവർക്കിടേതായ രീതിയിലായിരിക്കും. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിരുന്നത്. അവിടെ നോക്കിയ പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻ. അവിടെ ഡോക്ടർ ആരായിരുന്നു? പ്രീസ്റ്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അപ്പൊ നമ്മള് ഈ ഏർലി ഏരിയയില് ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്തത് ആരാ? പ്രീസ്റ്റ് ആണ്, പുരോഹിതൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ വേർഡിന്റെ മീനിങ് ഒന്ന് എഴുതി വെച്ചോട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾ മനസ്സിലാക്കാം. പുരോഹിതൻ, പുരോഹിതന്മാരായിരുന്നു അവിടെ ഡോക്ടർ എന്ന് പറയുന്നത്. ഓർ മെഡിസിൻ മെൻ കെയറിംഗ് ഫോർ സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ ഒക്കെ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ മെഡിസിൻ മെൻ എന്ന് പറയുന്നത് ആരാണ്? അവിടെ പ്രീസ്റ്റ് ആയിരുന്നു. ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്തത്. ഡോക്ടറിന്റെ റോൾ ആർക്കായിരുന്നു? പ്രീസ്റ്റിനായിരുന്നു. അപ്പൊ പ്രീസ്റ്റ് എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തില്ല. Priests or doctors came under the ruling class with a generate political influence. Priest അല്ലെങ്കിൽ ഡോക്ടർ ആരുടെ കീഴിൽ വരുന്നതാണ്? ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു. ശക്തമായ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഭരണവർഗത്തിന്റെ കീഴിൽപ്പെട്ടവരായിരുന്നു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്നത്. കം അണ്ടർ ദ റൂളിംഗ് ക്ലാസ് വിത്ത് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ. ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് വെയർ ഓൾസോ മീറ്റിംഗ് പ്ലേസ്. അവർക്ക് മീറ്റിംഗ് പ്ലേസ് എവിടെയാ? ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ആ ഒരു സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽ വെയർ ഓൾസോ മീറ്റിംഗ് പ്ലേസസ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മള് 3 ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ?
മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്തിന് ബേസ് ചെയ്തിട്ടായിരുന്നു? റിലീജിയസ് സർവീസസ് ആൻഡ് സെറിമണീസ്, മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു. അവിടെ ഡോക്ടർ, ഫിസിഷ്യൻ എന്ന് പറഞ്ഞ ആരാണ്? പ്രീസ്റ്റ് ആണ്. പ്രീസ്റ്റ് വേർ ഓൾസോ ഫിസിഷ്യൻ. പിന്നെ അടുത്ത് പറഞ്ഞു അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറഞ്ഞത് ഏതാ? ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് വേർ ഓൾസോ മീറ്റിംഗ് പ്ലേസ്. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇയറ. ഏർലി ഇയറയിലുള്ള ഹോസ്പിറ്റലുകളെ നമുക്ക് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫൈഡ് ഇൻടു 5. ഏതൊക്കെയാണെന്ന് നോക്കിയേ, ഈ പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇതൊരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഈ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോ 5 എണ്ണമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പേരുകൾ പഠിക്കുക. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റൽസ്, ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. വൺസ് മോർ ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ അതിന്റെ ഒപ്പം ഒന്ന് വായിച്ചു പോകുക കേട്ടോ. എല്ലാവരും മനസ്സിലൊന്ന് വായിക്കാം. ഏതൊക്കെയാണ് ഹോസ്പിറ്റലിനെ? നമ്മൾ ഏർലി ഇയറിലുള്ള ഹോസ്പിറ്റലിനെ നമുക്ക് 5 ആയിട്ട് തിരിക്കാം. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, രണ്ടാമത്തെ ഗ്രീക്ക് ഹോസ്പിറ്റൽ, മൂന്നാമത്തെ റോമൻ ഹോസ്പിറ്റൽ, നാലാമത്തേതാ അറബിക് ഹോസ്പിറ്റൽ, അഞ്ചാമത്തെ ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. പേരുകൾ കിട്ടിയല്ലോ. ഇനി ഒന്നാമത്തെ നോക്കിയേ, മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. Medicine as an organized being first appeared 4,000 years ago in the ancient region of Southwest Asia known as Mesopotamia. ഒരു സംഘടിതമായ ഒരു അസ്തിത്വം എന്ന നിലയിൽ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് മെഡിസിൻ പ്രത്യക്ഷപ്പെട്ടത്. The medicine as an organized being first appeared. ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്ന എവിടെയാ? മെഡിസിൻ ആദ്യമായിട്ട്, വൈദ്യശാസ്ത്രം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഏൻഷ്യന്റ് റീജിയൻ ഓഫ് സൗത്ത് വെസ്റ്റ് ഏഷ്യ. സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ മെസ്സേജുകളും നമ്മൾക്ക് എനിക്ക് മറുപടി പറയില്ല. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് മാക്സിമം ഞാൻ എപ്പോഴും എനിക്ക് മെസ്സേജ് വായിച്ചാൽ പിന്നെ ക്ലാസ്സുകളിലേക്കും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമുക്ക് ഒത്തിരി പോർഷൻസ് തീർക്കാനുണ്ട്. ഇതിനകത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രിന്റഡ് ഈ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടെക്സ്റ്റ്, ഇതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് റെഫർ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഓരോന്നും ഈ ചാനൽ, ഇപ്പൊ മെസോപ്പൊട്ടാമിയനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു പോകാം ഇഷ്ടം പോലെ, എല്ലാവരും പഠിച്ച. പക്ഷെ അതിന് കാര്യമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് സിലബസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ നിങ്ങൾ ഈ തന്നേക്കുന്ന ടെക്സ്റ്റുകൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. അങ്ങനെ ആരും വിഷമിക്കേണ്ട. നമുക്ക് ഔട്ട് ഓഫ് സിലബസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. നിങ്ങളുടെ ഈ ടെക്സ്റ്റിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ എവിടെ എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് എല്ലാ നോട്ട്സും ഒക്കെ ഓൾറെഡി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഞങ്ങളൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം വെക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരും. ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേഗം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് PROനെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ടെക്സ്റ്റ് ഇല്ലാത്തവര് ജസ്റ്റ് ഒന്ന് ഒരു ബുക്ക് എടുത്ത് വെക്കുക, ഒരു പേന എടുക്കുക, ജസ്റ്റ് എന്തെങ്കിലും പറയണത് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഞാൻ സ്ട്രെസ് ചെയ്തത് ഞാൻ ഓരോന്നും ഞാൻ പറയുന്നുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ഞാൻ ക്ലാസ്സിൽ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മള് മെഡിസിൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എവിടെയാ? ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട് കേട്ടോ. മെഡിസിൻ വാസ് ഫസ്റ്റ് അപ്പിയർഡ്. എവിടെയായിരുന്നു? എവിടെയാ അപ്പിയർ ചെയ്തത്? ഫസ്റ്റ് മെസോപ്പൊട്ടാമിയ. അണ്ടർലൈൻ ചെയ്തിട്ടോ സെന്റൻസ്, മെസോപ്പൊട്ടാമിയ. തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വൈദ്യശാസ്ത്ര മെഡിസിൻ പ്രത്യക്ഷപ്പെട്ടത്. ഇനി ഇവിടെ നോക്കിയ ഹ്യൂമറാബിസ് കോഡ് 1728 to 1686 BC വരെ. അതിന്റെ ഇയർ ഒന്നും അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ എക്സാമിന്. ഹ്യൂമറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ടെക്നിക്കൽ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമമാണ് ഹ്യൂമറാബിസ് കോഡ്.
Hammurabi's code was the rule for the practice of doctors. അപ്പൊ മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലുകള് ഡോക്ടറിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഏതാണ് റൂള്? Hammurabi's code. അണ്ടർലൈൻ ചെയ്തിട്ടോ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Hammurabi's code was the rule for the practice of doctors. ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചത് നിയമമാണ് Hammurabi's code. അതെന്ന് പറഞ്ഞാൽ ഏർലിസ്റ്റ് കോഡാണ്. ഈ വൺ ഓഫ് ദ എയർലിസ്റ്റ് കോഡാണ് ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റിൽ എഴുതിയേക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു കോഡാണ് അത് Hammurabi's code എന്ന് പറഞ്ഞത്. One of the earliest code and then written in Babylonian legal text. അതിൽ എഴുതിയേക്കുന്ന ഒരു കോഡാണെന്ന് മാത്രം ഓർത്ത് വെക്കുക. ഇവിടെ ചോദിക്കുന്ന ഏതാ? ഡോക്ടേഴ്സിന്റെ മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഏതാണ്? Hammurabi's code. അണ്ടർലൈൻ ചെയ്തിട്ടോ? അണ്ടർലൈൻ ചെയ്തോ? Then മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നു. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ ഇൻ ഏൻഷ്യൻ ബാബിലോണിയൻ. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ എവിടെന്നാ വന്നത്? സുമർ. എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേത് സുമർ. First recorded prescription came from Sumer in ancient Babylonian. 3 സെന്റൻസ് അറിയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. 3 നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് വായിച്ചും കൂടി നോക്കുക. ഇതിനകത്ത് ചോദിക്കാം അങ്ങനെ, in which of the following hospital Hammurabi's code existed? ഏത് ഹോസ്പിറ്റലാണ്? ഓപ്ഷൻ അവിടെ കൊടുക്കും അവര്. ഗ്രീക്ക് ഹോസ്പിറ്റൽ, റോമൻ ഹോസ്പിറ്റൽ, മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ, അറബിക് ഹോസ്പിറ്റൽ. അപ്പൊ ഏത് നമ്മൾ ചൂസ് ചെയ്യും? കറക്റ്റ് ആൻസർ ഏതാ? Hammurabi's code എന്ന് കണ്ട് കഴിയുമ്പോ തന്നെ നമുക്ക് ഏത് മനസ്സിലേക്ക് വരണം? ഏത് ഹോസ്പിറ്റൽ വരണം? മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ. ക്ലിയർ ആവില്ലേ? ഇനി അടുത്ത ലാസ്റ്റ് സെന്റൻസ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉള്ള പ്രിസ്ക്രിപ്ഷൻ എവിടുന്നാ വന്നത്? സുമർ ആണ്. SUMMER, സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോണിയൻ. ഇനി അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ. ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ വന്നത് എവിടെ നിന്നാണ്? സുമർ ആണ്. ഇനി നോക്കിയ അടുത്തത് രണ്ടാമത്തെ നോക്കിയേ, ഗ്രീക്ക് ഹോസ്പിറ്റൽ. പീരീഡ് ഒന്നും എക്സാമിന് ചോദിക്കുന്നില്ല കേട്ടോ. പീരീഡ് 460 to 1136 BC ആണ് പീരീഡ്. Then treatment in Greek hospital, treatment was based on magic religious rituals. അണ്ടർലൈൻ ചെയ്തിട്ടേ, ഗ്രീക്ക് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? മാജിക് റിലീജിയസ് റിച്വൽസ്, മന്ത്രവാദം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിലീജിയസ് മതപരമായിട്ടുള്ള ആചാരങ്ങളെയൊക്കെ അടിസ്ഥാനമായിട്ടായിരുന്നു. മാന്ത്രികവും മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ അടിസ്ഥാനമായിരുന്നു ഈ ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ്. ഇൻ ഗ്രീക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ ഡാഷ്. എന്തിനു ബേസ് ചെയ്തായിരുന്നു? മാജിക്, മന്ത്രവാദപരവും റിലീജിയസ് റിച്വൽസ്, മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു അവിടെ ട്രീറ്റ്മെന്റ്. അത് എങ്ങനെയാ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ എന്തെങ്കിലും രോഗം വന്നാൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയാ? മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ മതപരമായിട്ട് അവർക്കൊരു ചടങ്ങുകളിലാണ് അവർക്ക് അസുഖത്തിന് ചികിത്സിച്ച് കൊടുത്തത്. അല്ലാതെ ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. മന്ത്രവാദമൊക്കെ ചെയ്തായിരുന്നു എന്ത് ചെയ്യുന്നത്? മാറുന്നത്. മതപരമായിട്ടുള്ള ചടങ്ങുകള്, റിച്വൽസ്, ചടങ്ങുകള്, മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു. മാന്ത്രികവും മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു ട്രീറ്റ്മെന്റ്. Then നോക്കിയേ, ഹിപ്പോക്രാറ്റസ് the father of medicine. അടുത്ത ക്വസ്റ്റ്യൻ, father of medicine. Who is the father of medicine? ആരാ father of medicine? ആരാണ്? ഹിപ്പോക്രാറ്റസ്. അണ്ടർലൈൻ ചെയ്തിട്ടേ, was the father of medicine. Used a logical non-religious approach to medicine. മെഡിസിനില് ഒരു യുക്തിപരമായിട്ടുള്ളതും നോൺ റിലീജിയസ് അപ്രോച്ച്, മതപരമായ അല്ലാത്തതുമായിട്ടുള്ള ഒരു സമീപനം ഈ ഹിപ്പോക്രാറ്റസ് മെഡിസിനിൽ കൊണ്ടുവന്നു. അദ്ദേഹം അപ്പൊ ഇവര് എങ്ങനെയാ പറഞ്ഞത്? ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തത് മന്ത്രവാദമൊക്കെ ആയിട്ടായിരുന്നു അല്ലെ? മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ ഭാഗമായിട്ട് അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത്. അപ്പൊ അവരും ഇതുപോലെ ദൈവീ കോപം കൊണ്ടൊക്കെയാണ് അസുഖം ഉണ്ടാവണേന്നൊക്കെയാണ് അവര് വിചാരിച്ചത്.
അപ്പൊ ദേവി കോപിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതുകൊണ്ടാണ് അസുഖം വന്നത്. പക്ഷെ ഈ ഹിപ്പോക്രാറ്റസ് എന്ത് ചെയ്തു? അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. അദ്ദേഹം ഈ മെഡിസിനിൽ ഒരു പുതിയൊരു അപ്രോച്ച് കൊണ്ടുവന്നു. അതാണ് ലോജിക്കൽ, യുക്തിപരമായിട്ടും നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ, മതപരമായി അല്ലാത്തതുമായിട്ടുള്ള ഒരു സമീപനം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു എന്താണെന്നോ, അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് നമുക്ക് രോഗമൊന്നും ദേവി കോപം കൊണ്ടല്ല ഉണ്ടാവുന്നത്, അത് ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊണ്ടും ജീവിത ശൈലിയും കൊണ്ടുമാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകണേ എന്ന് ഈ ഹിപ്പോക്രാറ്റസ് പറഞ്ഞു. നമ്മുടെ ജീവിത ശൈലി കൊണ്ടും നമുക്ക് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഒക്കെയാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്. അത് ചോദിക്കാറുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ അതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഗ്രീക്ക് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്താണ്? മാജിക് റിലീജിയസ് റിച്വൽസ് അടിസ്ഥാനമാക്കിയായിരുന്നു ഹിപ്പോക്രാറ്റസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. മെഡിസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസ് ആണ്. അദ്ദേഹം മെഡിസിനില് ഒരു യുക്തിപരമായിട്ടുള്ളതും മതപരമല്ലാത്തതുമായിട്ടുള്ള ഒരു സമീപനം കൊണ്ടുവന്നു. ഇനി മൂന്നാമത്തെ നോക്കിയേ, റോമൻ ഹോസ്പിറ്റൽ ആണ്. ബൈ 1st century BC നോക്കിയേ, ഇൻ റോമൻ ഹോസ്പിറ്റൽസ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ. ഇപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമാക്കി നിങ്ങൾ വെക്കുക കേട്ടോ. എല്ലാം ഓരോ ചെറിയ പോയിന്റും ഞാൻ ഓരോന്നിന്റെ മീനിങ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ അത് മെസ്സേജ് ഇങ്ങനെ എഴുതുമ്പോ എനിക്ക് എല്ലാം വായിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ദിവസം 2 പേജെങ്കിലും നമുക്ക് കവർ ചെയ്ത് പോയേ പറ്റുള്ളൂ. ഇഷ്ടം പോലെ ചാപ്റ്ററുകളും വരുന്നുണ്ട്. പിന്നെ ഇത് ഹിസ്റ്ററിയാണ്, നിങ്ങൾക്ക് കഥ പോലെ ഒന്ന് കേട്ടിരുന്നാൽ മതി. അടുത്ത ചാപ്റ്റർ മുതൽ ശരിക്കും നമ്മള് ഈ ഹോസ്പിറ്റലിന്റെ ഒരു ഇതിലേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് ഇറങ്ങുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ബ്ലഡ് ബാങ്ക് ആണ്. അവിടെ തൊട്ടാണ് ഹോസ്പിറ്റലിന്റെ ഇത് വരുന്നത്. ഇത് നിങ്ങളൊരു സിനിമയൊക്കെ കാണൂലേ, അതുപോലെ ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ. പ്രധാനപ്പെട്ടത് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് തീർച്ചയായിട്ടും അണ്ടർലൈൻ ചെയ്തില്ല. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മൂന്നാമത്തെ നോക്കിയേ, റോമൻ ഹോസ്പിറ്റൽ. By the 1st century BC, the Roman was the first to make institutional care for the sick and injured. Underline ചെയ്തിട്ടേ. By 1st century BC, Roman was the first to make institutional care for sick and injured. Sick ആയിട്ടുള്ളവർക്ക്, ഇഞ്ചുറി, മുറിവ് പറ്റിയ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്ക്, രോഗങ്ങൾ വന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് റോമാക്കാരാണ്. റോമാക്കാരാണ്. അത് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ, ചോദിക്കാറുണ്ട്. ബൈ 1st century BC, the Roman was the first to make institutional care of the sick and injured. ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്കും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്കും മുറിവ് പറ്റിയിട്ടുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് റോമാക്കാരാണ്. ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, താങ്ക് യു. മെസ്സേജ് ചെയ്തിട്ട് വായിച്ചു കേട്ടോ. താങ്ക് യു. എനിക്ക് ആകെ ഒരു നിർബന്ധമുള്ളൂ, ക്ലാസ് പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങളും അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോരുക. എന്തായാലും ഇന്ന് ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് വായിച്ചു കിടന്നു. ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. അത്ര ക്ലിയർ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പോകുന്നുണ്ട്. ഇതൊന്നും കൂടി വായിച്ച് നിങ്ങൾ പെർഫെക്റ്റ് ആണ്. പിന്നെ എക്സാമിന് പ്രത്യേകിച്ച് നമ്മുടെ ഇത് സമയം കളഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത്ര ക്ലിയർ ആയിട്ട് ഞാൻ പറയേണ്ടത്. ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, ഷുവർ ആയിട്ട് ഞാൻ പറയുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിടാൻ പറയുന്നത്. അത് തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് കൃത്യമായിട്ടൊക്കെ അണ്ടർലൈൻ ചെയ്തിടുക. ഇതൊക്കെ ഒന്ന് കേട്ടിരിക്കാം. ഓക്കെ, താങ്ക് യു കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, അതാണ് എന്റെ ഒരു സന്തോഷം. ഞാനിപ്പോ ക്ലാസ്സിൽ എടുക്കാൻ മാത്രം പോരല്ലോ, അത് നിങ്ങൾ എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്, അതല്ലേ ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ് ഫോളോ ചെയ്ത് പോവാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മെസ്സേജ് ചെയ്യുക. പിന്നെ ക്ലിയർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് മെസ്സേജ് ചെയ്തില്ലെങ്കിൽ പോലും അല്ലാത്തവര് തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക കേട്ടോ. എങ്കിലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അത് ക്യാച്ച് ആയിട്ട് കിട്ടിയില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നുകൂടി പറയാൻ പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി അത് ക്ലിയർ ആക്കി തരാം. ഇനി നോക്കിയപ്പോ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ ബൈ 1st century BC, the Roman was first to make institutional care of the sick and injured. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്ന ആരാപ്പ? റോമാക്കാര്.
Then military and slave hospital existed there. ആ കാലത്താണ് military slave hospital exist ചെയ്തത്. അത് ചോദിക്കാം. In which period the military and slave hospital existed? Military hospitals-ഉം slave hospital അടിമകൾക്കായിട്ടുള്ളതും മിലിറ്ററി ഹോസ്പിറ്റൽ ഒക്കെ സൈനികർക്കും വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റല് വന്നത് ഈ റോമൻ ഹോസ്പിറ്റലിന്റെ സമയത്താണ്. അക്കാലത്താണ് സൈനികർക്കും ഈ അടിമകൾക്കും വേണ്ടിയുള്ള ഹോസ്പിറ്റല് എക്സിസ്റ്റ് ചെയ്തത്, നിലനിന്നത്. ഓക്കെ, റോമൻ ഹോസ്പിറ്റലിന്റെ ടൈമിലാണ്. അത് ഏതാണ് ഓപ്ഷൻ നോക്കി എഴുതാം കേട്ടോ. ബൈ ഫസ്റ്റ് സെഞ്ചുറി BC-യില് റോമക്കാരാണ് സിക്കായിട്ടുള്ളവർക്കും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ഹോസ്പിറ്റല് കൊണ്ടുവന്നത്. അവിടെ മിലിറ്ററി സ്ലേവ് ഹോസ്പിറ്റല് വന്നത് ഈ റോമൻ ഹോസ്പിറ്റലിന്റെ സമയത്താണ്. മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ്. സുമർ എന്ന് പറഞ്ഞ പ്ലേസ് ആണ് കേട്ടോ. ബാബിലോണിയയിലുള്ള ഒരു പ്ലേസ് ആണ് സുമർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, അത് അപ്പൊ ലാസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടാ. ഇൻ വിച്ച് പീരീഡ് ദ മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റ്? റോമൻ പീരീഡിലാണ് എക്സിസ്റ്റ് ചെയ്തത്. പിന്നെ നാലാമത്തെ അറബിക് ഹോസ്പിറ്റൽ. ദ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽ ആൻഡ് ദ ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ വെയർ നോ മാച്ച് ഫോർ ദ നമ്പർ, ഓർഗനൈസേഷൻ ആൻഡ് എക്സലൻസ് ഓഫ് അറബിക് ഹോസ്പിറ്റൽ. ദ റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളും ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റലും ഒക്കെ നമ്പറിന്റെ കാര്യത്തിലോ ഓർഗനൈസേഷന്റെ കാര്യത്തിലോ എക്സലൻസ് എന്ന് പറഞ്ഞ എന്താ, മികവിന്റെ കാര്യത്തിലോ അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളും ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റലിലും ഒക്കെ നമ്പറിന്റെ കാര്യത്തിൽ, എണ്ണത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഓർഗനൈസേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, സംഘടനയുടെ കാര്യത്തിലായിക്കോട്ടെ, എക്സലൻസ് മികവിന്റെ കാര്യത്തിലായിക്കോട്ടെ, അറബിക് ഹോസ്പിറ്റലിനോളം മികവുള്ളതായിരുന്നില്ല. അപ്പൊ ഏത് ഹോസ്പിറ്റലാ വലുതാ നല്ലത്? ഏത് ഹോസ്പിറ്റലാ? അറബിക് ഹോസ്പിറ്റൽ അല്ലേ? അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല ചെറിയ റോമൻ ഹോസ്പിറ്റലുകളും ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളും. ഇനി അടുത്തത് അഞ്ചാമത്തെയാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഹോസ്പിറ്റൽ. Historical record shows that efficient hospital were built in India by 600 BC. Historical records അനുസരിച്ച് നമ്മള് ഇന്ത്യയില് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റൽ നിർമ്മിച്ചത് BC 600 BC-യോട് കൂടിയ BC 600 കൂടിയാണ് ഇന്ത്യയില് കാര്യക്ഷമമായിട്ടുള്ള ഒരു ഹോസ്പിറ്റല് നിർമ്മിച്ചത്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അനുസരിച്ച് ഇന്ത്യയിലെ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റല് ബിൽഡ് ചെയ്തത് ഏതാണ്? 600 BC-യോട് കൂടിയാണ്. During the Georgian reign of King Ashoka, അശോകനെ കുറിച്ച് കേട്ടിട്ടില്ലേ? മഹാനായ അശോക ചക്രവർത്തി നോക്കിയ ഇന്ത്യൻ ഹോസ്പിറ്റൽ started to look like modern hospital. അപ്പൊ മഹാനായ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്താണ് ഇന്ത്യൻ ഹോസ്പിറ്റല് മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. ആർക്കുടെ കാലത്തായിരുന്നു? അശോകന്റെ കാലത്തായിരുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം കേട്ടോ. During the Georgian reign of King Ashoka, Indian hospital started to look like modern hospital. Indian hospital ഒരു modern hospital ആയിട്ട് അറിയപ്പെടുന്നത് അശോകന്റെ മഹാനായ അശോക ചക്രവർത്തിയുടെ കാലത്തായിരുന്നു. They followed the principle of sanitation and cesarean section was operated. അവിടെ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾ അവിടെ ഫോളോ ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ. സാനിറ്റേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് എന്താണ് ഹ്യൂമൻ ഹെൽത്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയില് ക്ലീൻ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, ഹ്യൂമൻ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതൊക്കെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടക്ട് ഹ്യൂമൻ ഹെൽത്ത് ബൈ പ്രൊവൈഡിങ് എ ക്ലീൻ എൻവയോൺമെന്റ്, ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ സിസേറിയൻ സെക്ഷൻ, C-section എന്ന് പറയോ? സിസേറിയൻ സെക്ഷൻ. സിസേറിയനൊക്കെ അറിയാലോ, സിസേറിയനൊക്കെ കഴിഞ്ഞവരുണ്ടാവും അല്ലെ? നമ്മൾ ഓപ്പറേഷനിലും കൂടെ നമ്മൾ കുട്ടീനെ പുറത്താണ് സർജിക്കൽ ഡെലിവറി ഓഫ് ബേബി, ഇതാണ് സിസേറിയൻ എന്ന് പറഞ്ഞത്. ത്രൂ കട്ട് ഓഫ് യുവർ അബ്ഡോമൻ, നമ്മുടെ അബ്ഡോമൻ വയർ കട്ട് ചെയ്തിട്ട് കുട്ടീനെ പുറത്തെടുക്കുന്നത് ആണ് സിസേറിയൻ സെക്ഷൻ. സാനിറ്റേഷൻ പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ഒക്കെ അവിടെ ഫോളോ ചെയ്തു. ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് 1 for every 10 village. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഫിസിഷ്യൻ അവരെങ്ങനെയാ അപ്പോയിന്റ് ചെയ്തത്? ഓക്കെ,
നോക്കിയേ, physician were appointed, one for every 10 village. എല്ലാ 10 വില്ലേജുകളിലും ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലായിരുന്നു അപ്പോയിന്റ് ചെയ്തത്. ഫിസിഷ്യൻ വേർ അപ്പോയിന്റഡ്, വൺ ഫോർ എവരി 10 വില്ലേജ്. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ. 10 വില്ലേജ് കൂടുമ്പോൾ അവർക്ക് ഒരു ഫിസിഷ്യൻ, വേറെ 10 വില്ലേജിന് ഒരു ഫിസിഷ്യൻ. അങ്ങനെയായിരുന്നു ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത്. ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ് ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ദ റീജിയണൽ ഹോസ്പിറ്റൽ. അപ്പൊ നോക്കിയേ, എന്തിനു വേണ്ടിയിട്ടാ? ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ് ഓഫ് ദ പോപ്പുലേഷൻ. ആ പോപ്പുലേഷന്റെ, ജനസംഖ്യയുടെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട്, ആരോഗ്യ പരിചരണത്തിനൊക്കെ വേണ്ടിയിട്ട് ഓരോ ഫിസിഷ്യൻ, എത്രയാ? 10 വില്ലേജിലും, ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ് അവിടെ അപ്പോയിന്റ് ചെയ്തത്. And the regional hospital for the infirm and the destitute were built by Buddha. Regional hospital infirm എന്ന് വെച്ചാൽ നിരാലംബര്, ആരും ആശ്രയില്ലാത്ത അങ്ങനെയുള്ള ആളുകളില്ലേ, നിരാലംബര്, infirm. And destitute എന്ന് പറഞ്ഞാൽ അഗതികള്. റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്. അഗതികൾക്കും നിരാലംബർക്കും വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് ആരാണ്? ബുദ്ധയാണ്. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. The regional hospital for the infirm and destitute were built by Buddha. ബുദ്ധനാണ് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ, അഗതികൾക്കും നിരാലംബർക്കും വേണ്ടിയിട്ടൊക്കെ ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത്. അപ്പൊ അത്രയാണ് ഹോസ്പിറ്റൽ ഓഫ് ഇയർലി ഇറയില് 5 ഹോസ്പിറ്റലുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 5 പഠിച്ചു വെക്കണം നിങ്ങൾ. മെസോപ്പൊട്ടാമിയ ഹോസ്പിറ്റൽ പറഞ്ഞു, ഗ്രീക്ക് ഹോസ്പിറ്റൽ, റോമൻ ഹോസ്പിറ്റൽ, അറബിക് ഹോസ്പിറ്റൽ, ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഇനി രണ്ടാമത്തെ ബിയില് ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജ്. ഇനി മധ്യ കാലഘട്ടത്തില്, മിഡിൽ ഏജില് നമുക്ക് ഹോസ്പിറ്റലുകളെ നോക്കാം. The hospital construction were increased in Europe during the Middle Ages for the following reason. ഇനി അപ്പൊ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്തു? കൂടി. യൂറോപ്പില് ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിരാലംബര്, സോറി, അഗതികള്. ഡെസ്റ്റിറ്റ്യൂട്ട് അഗതികള്, ഇൻഫോം ആണ് നിരാലംബര്. നിരാലംബര്, ഡെസ്റ്റിറ്റ്യൂട്ട് അഗതികൾക്കും നിരാലംബർക്കും വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് ബുദ്ധനാണ്. അത്രയാണ് അതിനകത്ത് വരുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ് 500 to 1500 AD വരെയുള്ള കാലഘട്ടം. ഇനി മിഡിൽ ഏജില് ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ എന്താ ചെയ്തേ? കൂടാണോ കുറയാണോ? നിരാലംബര് ആരാന്ന് വെച്ചാൽ ആലംബം ഇല്ലാത്തവര്, ആരും ആശ്രയമൊന്നും ഇല്ലാത്തത്. ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരും ഇല്ലാത്ത ആളുകളൊക്കെ ഇല്ലേടാ, അത് നിരാലംബരം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജിലായപ്പോഴേ ഹോസ്പിറ്റൽ എന്ത് ചെയ്തു? കൺസ്ട്രക്ഷൻ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു, കൂടി. മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു യൂറോപ്പില്. ഇനി നോക്കിയേ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ കാരണം? The hospital construction increased in Europe during the Middle Age for the following reason. ഈ താഴെ പറയുന്ന റീസൺ കാരണം കൊണ്ട് ഹോസ്പിറ്റലിലെ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു. യൂറോപ്പില്. നോക്കിയേ, പോപ്പ് ഇന്നസെന്റ് III in 1198 advised and persuaded wealthy Christian to build a hospital in every town. അപ്പൊ പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു? അഡ്വൈസ് ചെയ്യാന്ന് വെച്ചാൽ അഡ്വൈസ് ചെയ്യുക, ഉപദേശിക്കുക. പെർസ്യൂഡഡ്, പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഈ പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു? In 1198 advised and persuaded wealthy Christian to build a hospital in every town. എല്ലാ ഹോസ്പിറ്റലിലും, എല്ലാ ടൗണിലും ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാനായിട്ട് ക്രിസ്ത്യൻസിനോട് അഡ്വൈസ് ചെയ്യുകയും അതിനു വേണ്ട ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ വേണ്ട പ്രോത്സാഹനവും ഈ പോപ്പ് ഇന്നസെന്റ് III കൊടുത്തു. അപ്പൊ എന്താ, എല്ലാവർക്കും ഈ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂട്ടാനുള്ള ഒരു താല്പര്യം വന്നു അല്ലെ? നമുക്ക് വേണ്ട പ്രോത്സാഹനമൊക്കെ തരുമ്പോ നമുക്കത് ചെയ്യാൻ തോന്നൂല്ലേ? അവരെ ഉപദേശിക്കുക മാത്രമല്ല, ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനവും പോപ്പ് ഇന്നസെന്റ് III കൊടുത്തു.
അതാണ് ഒന്നാമത്തെ കാരണം. മിഡിൽ ഏജ് ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടാൻ ഒന്നാമത്തെ കാരണം എന്താ? പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു? വെൽത്തി ക്രിസ്ത്യൻസിനോട് അഡ്വൈസ് ചെയ്യുകയും അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു. എല്ലാ ടൗണിലും ഹോസ്പിറ്റൽ സ്ഥാപിക്കാനുള്ള പ്രോത്സാഹനവും ഉപദേശവും കൊടുത്തു. അപ്പൊ യൂറോപ്പില് എന്ത് ചെയ്തു? ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടി. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത് നോക്കിയേ, ഇൻക്രീസ്ഡ് റവന്യൂ വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം കൊമേഴ്സ് വിത്ത് ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡർ എന്ന് കേട്ടിട്ടുണ്ടോ? കുരിശ് യുദ്ധക്കാര്. ക്രൂസൈഡേഴ്സ് കുരിശു യുദ്ധക്കാര്, കുരിശു യുദ്ധക്കാർ. രണ്ടാമത്തെ നോക്കി, ഇൻക്രീസ്ഡ് റവന്യൂ, വർദ്ധിച്ച വരുമാനം. ഇൻക്രീസ്ഡ് റവന്യൂ വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡേഴ്സുമായിട്ടുള്ള, കുരിശു യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിലുണ്ടായ അധിക വരുമാനം രണ്ടാമത്തെ റീസൺ ആട്ടോ. ക്രൂസൈഡേഴ്സുമായിട്ടുണ്ടായ വാണിജ്യത്തിലുള്ള അധിക വരുമാനവും എന്ത് ചെയ്തു? ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂട്ടാൻ, യൂറോപ്പില് ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂട്ടാനുള്ള കാരണമായി. അത് രണ്ട് കാര്യം പറയുന്നത്. ഒന്നാമത്തെ എന്താ പറഞ്ഞേ? പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു? എല്ലാ ക്രിസ്ത്യൻസിനും അവരെ ഉപദേശവും അവർക്ക് വേണ്ട പ്രോത്സാഹനവും കൊടുത്തു. എല്ലാ ടൗണിലും, എവരി ടൗൺ, എല്ലാ ടൗണിലും നമുക്ക് എന്ത് ചെയ്യുക? ഹോസ്പിറ്റൽ നിർമ്മിക്കാനുള്ള ഒരു ഉപദേശവും പ്രോത്സാഹനവും കൊടുത്തു. രണ്ടാമത്തെ, ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തിലുണ്ടായ അധിക വരുമാനം. കുറെ വരുമാനം വന്നപ്പോ എന്താ? അവർക്ക് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള ഇതായില്ലേ? നമ്മുടെ കയ്യിൽ കുറെ വരുമാനം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറെ വീടുകൾ വേണമെങ്കിൽ വെക്കാം, അല്ലെ? നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കൊരു പുതിയ ഷോപ്പ് തുടങ്ങാം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാം, അല്ലെ? നമ്മുടെ കയ്യിൽ പൈസ കൂടുതൽ വന്നു അവർക്ക്. ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തിലുണ്ടായ അധിക വരുമാനവും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂട്ടാനുള്ള കാരണമായി. ആ രണ്ട് കാരണങ്ങളും അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ, അത് രണ്ടുമാണ് ഈ യൂറോപ്പില് ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും കൂടാനുള്ള രണ്ട് റീസൺ. ഇനി നോക്കിയേ, ഇൻ കോൺട്രാസ്റ്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഡ്യൂറിംഗ് ദ സെയിം പീരീഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽ വെയർ ഫസ്റ്റ് ഫോളോഡ് ബൈ ദ റൂൾ ആൻഡ് ക്രൂസൈഡേഴ്സ്. അതേ സെയിം ടൈമിൽ തന്നെ എന്ത് പറ്റി? അവിടെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടി. അതേ സെയിം ടൈമിൽ തന്നെ, ഇൻ സെയിം ടൈം, ഓക്കെ, ഇൻ കോൺട്രാസ്റ്റ് ഇൻ ദ ഏഷ്യ ആൻഡ് ആഫ്രിക്ക, ഏഷ്യയിലും ആഫ്രിക്കയിലും എന്ത് ചെയ്തു? സെയിം പീരീഡിൽ തന്നെ ഒരു ഫലപ്രദമായിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റല് എന്ത് ചെയ്തു? നിർമ്മിക്കാനായിട്ട് അന്നത്തെ ഭരണകൂടവും കുരിശുദ്ധക്കാരും അതിനു വേണ്ടി ഫോഴ്സ് ചെയ്തു. അതേ സെയിം ടൈമിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ ഒരു ഫലപ്രദമായിട്ടുള്ള, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ്, ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂട്ടാനായിട്ട് അന്നത്തെ റൂള്, ഭരണവും ക്രൂസൈഡേഴ്സും അതിനു വേണ്ടി ഫോഴ്സ് ചെയ്തു. എഫക്റ്റീവ് എന്ന് വെച്ചാൽ ഫലപ്രദമായ, എഫക്റ്റീവ്. എഫിഷ്യന്റ് എന്ന് വെച്ചാൽ കാര്യക്ഷമമായ. അതേ സെയിം ടൈമിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും കാര്യക്ഷമമായിട്ടുള്ള, ഫലപ്രദമായിട്ടുള്ള ഹോസ്പിറ്റല് നിർമ്മിക്കാനായിട്ട് ഈ റൂളേഴ്സും, അന്നത്തെ റൂളേഴ്സും കുരിശുദ്ധക്കാരും അതിനു വേണ്ടി ഫോഴ്സ് ചെയ്തു. ഇനി മൂന്നാമത്തെയാണ് റിനൈസൻസ് ഏജ് എന്ന് പറയുന്നത്. 1500 to 1700 AD അതുവരെയുള്ള ടൈമാണ് റിനൈസൻസ് ഏജ്. The Renaissance period lasted from the 14th to 16th century. എത്ര വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു? 14th to 16th century വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണ് റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അതിനകത്ത് നോക്കിയേ, towards the end of the 15th century, many cities and towns supported some kind of institutional health care. 15ാം സെഞ്ചുറിയുടെ, 15th സെഞ്ചുറിയുടെ അവസാനം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ധാരാളം സിറ്റികളും ടൗണും സപ്പോർട്ട് ചെയ്തു. Towards the end of the 15th century, 15th സെഞ്ചുറിയുടെ അവസാനം many cities and towns supported some kind of institutional health care. 15th ഇയർ ഒന്നും എക്സാമിന് ചോദിക്കാറില്ല കേട്ടോ, ഇയർ ഒന്നും ചോദിക്കാറില്ല. ജസ്റ്റ് ഒരു ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടെന്നുള്ളൂ, നിങ്ങളൊന്ന് വായിച്ച് നോക്കിയേക്കാം, നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി. അപ്പോ 15th സെഞ്ചുറിയുടെ അവസാനം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാനായിട്ട് ധാരാളം സിറ്റികളും ടൗണും എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. അവിടെ നോക്കിയേ, ഡി
ദി മോഡേൺ പീരീഡ് ആണ് 1750 ടു 1950 AD. ആ കാലഘട്ടമാണ് മോഡേൺ പീരീഡ് എന്നറിയപ്പെടുന്നത്. ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. അണ്ടർലൈൻ ചെയ്തോട്ടോ സെന്റൻസ്. ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എന്താ? സംയോജിത ആശുപത്രി. സംയോജിത ആശുപത്രി. ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക. അമേരിക്കയിലെ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതാ? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. പെൻസിൽവാനിയ ഹോസ്പിറ്റൽ എവിടെയാണ്? ഇൻ ഫിലാഡൽഫിയ. ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലേ പല ഡിപ്പാർട്ട്മെന്റുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആശുപത്രി. ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ, സംയോജിത ആശുപത്രി എന്ന് പറയും. ടെക്സ്റ്റ് ഇല്ലാത്തവര് നമുക്ക് ടെക്സ്റ്റ് കിട്ടുമ്പോ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ആ പറയുന്ന വേർഡ്സ് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. ഫുള്ള് നമുക്ക് ക്ലാസ്സിൽ നോട്ട് എഴുതിയെടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 പേജെങ്കിലും നമുക്ക് ഒരു ദിവസം തീർത്തേ പറ്റുള്ളൂ. അങ്ങനെ പോയാലാണ് നിങ്ങളുടെ ഈ ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ഫുള്ള് ചാപ്റ്ററുകൾ കവർ ചെയ്യണം. ഞങ്ങൾ 4 ടീച്ചേഴ്സ് കൂടിയാണ് അത് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. നിഷാമ്മ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നപ്പോ ചിലപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും ഒരു 2 ചാപ്റ്റർ വീതം നമുക്ക് കവർ ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ബുക്കിലേക്ക് എഴുതിയെടുക്കാനുള്ള സമയം കിട്ടില്ല. ടെക്സ്റ്റ് കിട്ടുമ്പോൾ നിങ്ങളത് ഓക്കെ ആയിക്കോളും, കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ആ പെൻസിൽവാനിയ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രം നോട്ട് ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതാണ്? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ. എവിടെയാണ്? ഇൻ ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിലാണ് ആദ്യമായിട്ടുള്ള ആദ്യത്തെ ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മാസിവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ ബിഗിൻ ഇൻ 1926 with the return of war hero from World War First. ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് ഗവൺമെന്റുമായിട്ട് കൂടിച്ചേർന്നിട്ട് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ 1926 പ്രയത്നിച്ചു. Massive government involved in healthcare began in 1926 with the return of heroes from World War First. First World Warലെ ഹീറോസ് ഗവൺമെന്റുമായിട്ട് കൂടി ചേർന്നിട്ട് 1926 ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ വേണ്ടി പ്രയത്നിച്ചു. അത്രയാണ് മോഡേൺ പീരീഡിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഈ ഫിലാഡൽഫിയയിലെ തെരുവിലൂടെയൊക്കെ അടഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ ഇല്ലേ, അവരെയൊക്കെ കൊണ്ടുവന്ന് കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വേണ്ട. അപ്പൊ അത്രയൊന്നും നോക്കി വെക്കുക. ഏറ്റവും ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതാണ്? ഫിലാഡൽഫിയയിലാണ്. ഫിലാഡൽഫിയയിലുള്ള പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഹോസ്പിറ്റൽ എവല്യൂഷൻ ആണ്. ഹോസ്പിറ്റൽ എവല്യൂഷൻ ഇന്ത്യൻ സെനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ്. ഹോസ്പിറ്റലിന്റെ ആ എവല്യൂഷൻ, ഹോസ്പിറ്റലിന്റെ എങ്ങനെയാണ് വന്നത്, എവല്യൂഷൻ ഇല്ലേ, എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ ഇന്നത്തെ ഒരു ഇതിലേക്ക് വരെയും എത്തിയതുള്ളൊരു ഹോസ്പിറ്റലിന്റെ പരിണാമം പറയുന്നത്. ഇന്ത്യൻ സെനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ്. രംഗങ്ങള്, സെനാരിയോ എന്ന് പറഞ്ഞ രംഗങ്ങള്. ഇൻഡിപെൻഡൻസ്, പ്രീ ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡൻസ് മുന്നിലുള്ള ഇന്ത്യയിലെ പല പല ഘട്ടങ്ങള്, രംഗങ്ങള്. ഹോസ്പിറ്റൽ എവല്യൂഷൻ ആണ്. അത് ഓരോന്നും 9 പോയിന്റ് തന്നിട്ടുണ്ട്. അത് ഓരോന്നും 1 by 1 ഓർഡർ ആയിട്ട് തന്നെ നോക്കി പോവാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ് എന്താ തന്നേക്കണേ? പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു സിക്ക് വാസ് കൺസിഡേർഡ് ആസ് പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ ഏർലി റൂളേഴ്സ്. ഒരു പ്രൊവിഷണൽ എന്ന് വെച്ചാൽ വ്യവസ്ഥാപരവും, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയമായിട്ടുള്ള, വ്യവസ്ഥാപരവും ആത്മീയമായിട്ടുള്ള സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാര് കരുതിയിരുന്നത്. പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു സിക്ക് വാസ് കൺസിഡേർഡ് ആസ് പ്രൊഫഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ ഏർലി റൂളേഴ്സ്. എന്താ? ഒരു വ്യവസ്ഥാപരവും ആത്മീയമായിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കേണ്ടത്. ഓക്കെ,
പോയിന്റ്സ് എന്താ ഇതില്? നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. Provision of institutional care to sick was considered as professional and spiritual by early rulers. അപ്പൊ എന്താ, ഒരു വ്യവസ്ഥാപരവും ആത്മീയമായിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാര് കരുതിയിരുന്നത്. ആർത്രയ, ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ഹു lived in the University of തക്ഷശില. തക്ഷശില യൂണിവേഴ്സിറ്റിയില് താമസിച്ച് അവിടെ പഠിപ്പിച്ചിരുന്നത്. പണ്ട് കാലത്തൊക്കെ അങ്ങനെയല്ലായിരുന്നോ? നമ്മള് അവിടെ ഗുരുകുലത്തിൽ പോയി പഠിക്കുന്ന ഒരു സമ്പ്രദായവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ തക്ഷശില യൂണിവേഴ്സിറ്റിയില് അവിടുത്തെ ഒരു ഫിസിഷ്യൻ, ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ, അതാണ് ആർത്രയ എന്ന് പറയുന്ന പേരൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇവിടെ ചോദിക്കാം, who was the first Indian physician and teacher lived in the University of തക്ഷശില? ആരാണ്? ആർത്രയ. ATRAIA, ആർത്രയ, the first Indian physician and teacher who lived in the University of തക്ഷശില. അണ്ടർലൈൻ ചെയ്തിട്ടോ? അണ്ടർലൈൻ ചെയ്തിട്ടോ? ഓക്കെ, ചെയ്തോ? അണ്ടർലൈൻ ചെയ്തില്ലേ? ആർത്രയ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത. Who is the first Indian physician and teacher lived in the University of തക്ഷശില? അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. ആർത്രയ. നോക്കിയേ, സിശ്രുത 6th century BC, ചരഹ 200 AD. അത് താഴെ തന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ 4ാമത്തെ പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട് സിശ്രുത. സിശ്രുത, the father of surgery. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. Who is the father of surgery? ഓർത്തിരിക്കുക, എളുപ്പവഴി പറയട്ടെ. സർജറിയുടെ ആദ്യത്തെ ലെറ്റർ ഏതാ? എസ് അല്ലേ? സിശ്രുതിന്റെ ആദ്യത്തെ ലെറ്റർ ഏതാ? എസ് ആണ്. ഇനി മറക്കൂല്ലോ, ഫാദർ ഓഫ് സർജറി. Who is the father of surgery? സർജറിയുടെ ഫാദർ, പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സിശ്രുത. നോട്ട് ചെയ്തേ, സിശ്രുത, the father of surgery. Ancient Egypt surgeon known in his outstanding operation. ഇതാണ് ഇത് പറഞ്ഞത്. ആർത്രയാണ് പറഞ്ഞത് ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ lived in the University of തക്ഷശില. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ചോദിക്കുമ്പോൾ ആർത്രയാന്ന് എഴുതുക. ഓക്കെ, അതിന്റെ അപ്പുറത്തേക്കുള്ളതൊന്നും നമ്മൾ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഭാരം കൂടുള്ളത്. നമുക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ പോയിന്റ് പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ നോക്കില്ലേ, ഓരോ ചാപ്റ്ററും നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഉണ്ട് അവിടെ 13 ചാപ്റ്റർ പഠിക്കാനുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ 15 ചാപ്റ്റർ ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും കൂടി നോക്കിയേ, 28 ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിൽ പഠിക്കാനുണ്ട്. അത് ഓരോ ഇത് നിങ്ങൾ എടുക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക്. അത് ഫുള്ള് പഠിക്കാൻ തന്നെ നല്ല ഇതാണ്. അതുകൊണ്ടാണ് എക്സ്ട്രാ നോട്ട്സ് ഒന്നും ഞങ്ങൾ വേറെ തരാത്തത്. അപ്പൊ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം കേട്ടോ. അല്ലാതെ അതിനെ ബേസ് ചെയ്ത് നമ്മൾ കുറെ നോട്ട്സുകൾ നിങ്ങൾക്ക് തന്നിട്ട് ഒരു കാര്യമില്ല. അതിന് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. പിന്നെ എന്തിനാ നമ്മുടെ ഭാരം നമ്മൾ കുറയ്ക്കാനല്ലേ നോക്കണ്ടേ? അല്ലെ? നിങ്ങൾക്ക് കുറെ നോട്ട് തന്നു, വാരി വലിച്ചു തന്നു. ഇപ്പൊ സിശ്രുതനെ കുറിച്ച് വേണേ ഒരു പാരഗ്രാഫ് അവിടെ തരാം. അത് നിങ്ങൾ ഇരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, ഉറപ്പാണ്. ഞാൻ ഇത്രയും വർഷം ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഇവിടെ ഉള്ളതാണ് ഞാൻ. ഒടുങ്ങി ക്ലാസ്സുകൾ കൊടുക്കുന്നതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട്, അതല്ലേ ഞാൻ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറയുന്നേ. നിങ്ങൾ ഈ ടെക്സ്റ്റ്, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടെക്സ്റ്റ് ബേസ് ചെയ്ത് പഠിച്ചോ. ഇതിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അത് വിഷമിക്കണ്ട കേട്ടോ. അതുകൊണ്ടാണ് എക്സ്ട്രാ നോട്ട്സ് നിങ്ങൾക്ക് തരാത്തത്. അതിന്റെ ആവശ്യമില്ല. അത് നിങ്ങൾ വെറുതെ വാരി വലിച്ച് കുറെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്യുക. അത് മാത്രമേ നമ്മൾ ഇവിടെ വെക്കുന്നുള്ളൂ. വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. നോട്ട്സ് ആയിട്ടൊന്നും തരില്ല എന്ന് മാത്രം. എക്സ്ട്രാ നോട്ട്സ് ആയിട്ടൊന്നും തരുന്നില്ല അവിടുന്ന്. അത് ഉള്ളത് നോട്ട് ചെയ്ത് അപ്പൊ നമ്മൾ പ്രിന്റഡ് നോട്ടിൽ നോട്ട് ചെയ്ത് പോവാം. പിന്നെ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റും കിട്ടും. 5 ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും. അത് ക്ലാസ് കഴിയുമ്പോൾ പിറ്റേ ദിവസം 3 മണിക്ക് മുന്നായിട്ട് എന്തായാലും നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അത് അയച്ചു തരും. അതെല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. സുഗുരാജ്, ഫാദർ ഓഫ് സർജറി സിശ്രുത. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആരും മറക്കൂല്ലത്. ഫാദർ ഓഫ് സർജറി ആരാ? ഫാദർ ഓഫ് സർജറി സിശ്രുത. രണ്ടും ഞാൻ പറഞ്ഞു. ഫാദർ ഓഫ് മെഡിസിൻ ആരാ? ആദ്യം നമ്മൾ പഠിച്ചല്ലോ. ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ഫാദർ ഓഫ് മെഡിസിൻ, ഫാദർ ഓഫ് മെഡിസിൻ ആദ്യം പഠിച്ചത് ഏതാ? ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. അപ്പൊ രണ്ടെണ്ണായിട്ട് നമ്മൾ പറഞ്ഞല്ലോ. ഹിപ്പോക്രാറ്റസ്.
ഓക്കെ, രണ്ടെണ്ണാണ്. ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ്, ഫാദർ ഓഫ് സർജറി അതാണ് സിശ്രുത. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, എക്സാമിൽ ചോദിക്കുന്നതാണ്, ഓർത്തിരിക്കാൻ എളുപ്പവഴിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സർജറി എന്ന് പാടുമ്പോൾ തന്നെ ഓർക്കുക, എസ് വെച്ച് തുടങ്ങുന്നതാണ് സിശ്രുത എന്ന് ഓർത്ത് വെക്കുക. ഏൻഷ്യന്റ് ഇന്ത്യൻ സർജൻ നോൺ for his outstanding operation and technique and for his institutional dissertation Sisruta Samhita, the main origin of knowledge about the surgery in ancient India. അപ്പൊ നോക്കിയേ, ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നത് സിശ്രുതയാണ്. അദ്ദേഹം ഏൻഷ്യന്റ് ഇന്ത്യൻ സർജൻ നോൺ ഫോർ ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ ആൻഡ് ടെക്നിക്. അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻസുകള്, ടെക്നിക്കുകള്, പിന്നെ അതുകൊണ്ടും പിന്നെ ഇൻഫ്ലുവൻഷ്യൽ ഡെസർട്ടേഷൻ. ഡെസർട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? പ്രബന്ധം. അദ്ദേഹത്തിന്റെ പ്രബന്ധമാണ്, അദ്ദേഹം എഴുതിയ ടെക്സ്റ്റ് ആണ് സിശ്രുത സംഹിത. അവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സിശ്രുതൻ എഴുതിയ ടെക്സ്റ്റ് ഏതാണ്? സിശ്രുത സംഹിത. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് പറയുന്നത്? ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നത്. സിശ്രുത സംഹിത എന്താ? ദ മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ഏൻഷ്യന്റ് ഇന്ത്യയിലെ സർജറിയെ കുറിച്ചുള്ള നോളജ് തരുന്ന ഒരു ടെക്സ്റ്റ് ആണ് ഏത്? സിശ്രുത സംഹിത എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻസും ടെക്നിക്കുകളും കൊണ്ട്, പിന്നെ അതുപോലെ ഇൻഫ്ലുവൻഷ്യൽ ഡെസർട്ടേഷൻ പ്രബന്ധം കൊണ്ടുമാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഫാദർ ഓഫ് സർജറി ആരാന്ന് ചോദിക്കാം. പിന്നെ സിശ്രുതൻ എഴുതിയ ടെക്സ്റ്റ് ഏതാണെന്ന് ചോദിക്കാം, ഡെസർട്ടേഷൻ ഏതാണെന്ന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ഇതാണ് സിശ്രുത സംഹിത. സിശ്രുത സംഹിത അതെന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബന്ധങ്ങളിൽ ഒന്നാണ്. ശസ്ത്രക്രിയനെ കുറിച്ചും അതിന്റെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ് തന്നെയാണ്. അതിനകത്ത് 300ഓളം ശസ്ത്രക്രിയാ രീതികളെ കുറിച്ചും 120 ശസ്ത്രക്രിയാ ഉപകരണങ്ങളെ കുറിച്ചും ഒക്കെ ഈ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ ആ ടെക്സ്റ്റ് നോക്കാം കേട്ടോ. ഫാദർ ഓഫ് സർജറി ആരാന്ന് മനസ്സിലാക്കി വെക്കാം, അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ഏതാണെന്ന് നോക്കാം. സിശ്രുത സംഹിത എന്നുള്ളത്. ഓക്കെ, അപ്പൊ 4 പോയിന്റ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ആഴ്ചയിൽ 3 ക്ലാസ് എനിക്ക് വരുന്നുണ്ട്. എനിക്ക് ടൈം ടേബിൾ ഇട്ട് തന്നായിരുന്നോ? തന്നിട്ടുണ്ടോ? ഇനി വെനസ്ഡേ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ക്ലാസ്. നാളെ ഇല്ല, എന്റെ ക്ലാസ് ഇല്ല. വെനസ്ഡേ ഉണ്ട്, തേഴ്സ്ഡേ ഉണ്ട്, മൺഡേ ഉണ്ട്. 3 ദിവസമാണ് ക്ലാസ് വരുന്നത്. 3 ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിന്റെ 5 ഹോസ്പിറ്റലുകൾ നമ്മൾ പറഞ്ഞു. 5 എണ്ണം പഠിക്കണം. മെസൊപ്പൊട്ടാമിയ, ഗ്രീക്ക് ഹോസ്പിറ്റൽ, റോമൻ ഹോസ്പിറ്റൽ, അറബിക് ഹോസ്പിറ്റൽ, ഇന്ത്യൻ ഹോസ്പിറ്റൽ, പിന്നെ ബി ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ് ആണ്. അതിനകത്ത് നമ്മൾ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടി എന്ന് പറഞ്ഞു. അതിനുള്ള 2 റീസണാണ് പറഞ്ഞിരുന്നത്. പിന്നെ റിനൈൻസസ് ഏജ്. റിനൈൻസസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാന കാലഘട്ടം. അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നവോത്ഥാന കാലഘട്ടമാണ് കേട്ടോ റിനൈൻസസ് ഏജ് എന്ന് പറയുന്നത്, നവോത്ഥാന കാലഘട്ടം. പിന്നെ അടുത്ത മോഡേൺ പീരീഡിലേക്ക് വന്നു നമ്മൾ. അവിടെയാണ് പെൻസിൽവാനിയ ഹോസ്പിറ്റൽ വന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഏതാണ്? പിന്നെ ഹോസ്പിറ്റൽ എവല്യൂഷനിൽ 4 പോയിന്റ് വരെ പറഞ്ഞത്. റോമ ഹോസ്പിറ്റൽ ആരോ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? റോമാക്കാരാണ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നേന്നാ പറഞ്ഞത്. സിക്ക് ആയിട്ടുള്ളവർക്കും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് റോമാക്കാരാണ്. ആ കാലത്താണ് അടിമകൾക്കും സൈനികർക്കും വേണ്ടിയുള്ള ഹോസ്പിറ്റൽ വന്നത്. മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ് ദെൻ. മിലിറ്ററി ഹോസ്പിറ്റലും സ്ലേവ് ഹോസ്പിറ്റലും അടിമകൾക്ക് വേണ്ടിയും മിലിറ്ററിക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റല് വന്നത് റോമൻ ഹോസ്പിറ്റലിന്റെ ടൈമിലാണ്. ആ പീരീഡിലാണ് മിലിറ്ററി ഹോസ്പിറ്റലുകളും സ്ലേവ് ഹോസ്പിറ്റൽസും വരുന്നത്. സൈനികർക്ക് വേണ്ടിയും അടിമകൾക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റൽ എക്സിസ്റ്റ് ചെയ്തത് റോമൻ ഹോസ്പിറ്റലിന്റെ പീരീഡിലാണ്. കുറച്ച് കഴിഞ്ഞ് അടുത്തോളം അത്രയൊന്ന് ബുധനാഴ്ച ഫസ്റ്റ് ക്ലാസ് തന്നെയാണ്. അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ ആ സമയമല്ല ഇന്ന് തന്നെ വായിക്കും, നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ ഒന്ന് വായിച്ചൊക്കെ മനസ്സിലാക്കുക. ഇപ്പൊ തന്നെ അടുത്ത ക്ലാസ് 12:30 ആയില്ലേ, ജോയിൻ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് മിസ് ഇപ്പൊ ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ 5 ക്വസ്റ്റ്യൻ ഇട്ട് ഞാൻ നാളത്തേക്ക് നിങ്ങൾ അത് ചെയ്ത് വെച്ചേക്കുക.